തേർഡ് മൊഡ്യൂളിൽ ലാസ്റ്റ് ചെറിയൊരു ടോപ്പിക്കാണ് കർവ് സ്കെച്ചിങ്. നമുക്ക് എക്സ് സ്ക്വയറിൻ്റെ ഒക്കെ ഗ്രാഫ് വരയ്ക്കാൻ അറിയാം, മോഡ് എക്സിൻ്റെ ഗ്രാഫ് വരയ്ക്കാനൊക്കെ അറിയാം. പക്ഷേ കോംപ്ലിക്കേറ്റഡ് ആണ് എക്സ് ക്യൂബ് പ്ലസ് 3x² പ്ലസ് 2x+1 അങ്ങനെ ഒരു റാഷണൽ ഫംഗ്ഷൻ, ഒരു പോളിനോമിയൽ ഫംഗ്ഷനൊക്കെ തന്നു കഴിഞ്ഞാൽ എങ്ങനെ കർവ് വരയ്ക്കാം. എക്സാക്റ്റ് ആയിട്ടൊന്നും വരയ്ക്കാൻ പറ്റില്ല, എന്നാൽ ഏകദേശം ഒരു ഷേപ്പ് നമുക്ക് വരയ്ക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച കുറേ കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട്, ഇപ്പോൾ നമ്മൾ മാക്സിമം മിനിമം ഒക്കെ കാണാൻ പഠിച്ചില്ലേ, കോൺകേവിറ്റി ഒക്കെ പഠിച്ചു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഏകദേശം ഒരു ഷേപ്പ് വരയ്ക്കാൻ എങ്ങനെയെന്നുള്ളത്. ഓക്കെ, ഇതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കാത്ത ചില കാര്യങ്ങളും കൂടെ, സിലബസിൽ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഗ്രാഫ് വരയ്ക്കുന്നത് പറയുന്നത്. അപ്പോൾ നമുക്ക് അത് വേണ്ട, ഉള്ളത് വെച്ചിട്ട് നമുക്ക് വരയ്ക്കുന്നതിനെ നോക്കി നോക്കാം. ഓക്കെ, കുറച്ച് ഗ്രാഫുകൾ ഞാൻ വരയ്ക്കുന്നത് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ മുമ്പ് പഠിച്ച ഇപ്പോൾ 1.1 ഒന്നും നമ്മളുടെ സിലബസിൽ ഇല്ല ആക്ച്വലി. എന്നാലും എക്സ് ഇൻ്റർസെപ്റ്റ് വൈ ഇൻ്റർസെപ്റ്റ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എക്സ് ഇൻ്റർസെപ്റ്റ് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ x+y=10 എന്നൊരു ലൈൻ ഉണ്ടെന്ന് കരുതാം. ആ ലൈൻ വരിക. അപ്പോൾ അതിൻ്റെ ഈ ലൈൻ നിങ്ങൾക്ക് വരയ്ക്കാൻ ഏറ്റവും നല്ല വഴി അതിൻ്റെ എക്സ് ഇൻ്റർസെപ്റ്റും വൈ ഇൻ്റർസെപ്റ്റും കിട്ടിയാൽ മതി. എക്സ് ഇൻ്റർസെപ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആക്സിനെ മീറ്റ് ചെയ്യുന്ന പോയിൻറ്റ്, വൈ ഇൻ്റർസെപ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ആക്സിനെ മീറ്റ് ചെയ്യുന്ന പോയിൻറ്റ്. അത്രയേ ഉള്ളൂ. അപ്പോൾ എക്സ് ആക്സിന് മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് എക്സ് ആക്സിന് മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് പറഞ്ഞു കഴിഞ്ഞാൽ y=0 ആവുമല്ലോ അല്ലേ. എക്സ് ആക്സിലൊരു പോയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ y=0 ആവുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വൈയുടെ വാല്യൂ 0 കൊടുക്കാം. അപ്പോൾ എന്താ വരിക, എക്സിൻ്റെ വാല്യൂ 10 വരിക. അപ്പോൾ വൈയുടെ വാല്യൂ 0, എക്സിൻ്റെ വാല്യൂ 10 ഇതായിരിക്കും എക്സ് ആക്സിന് മീറ്റ് ചെയ്യുന്ന പോയിൻറ്റ്. ഇനി വൈ ഇൻ്റർസെപ്റ്റ് പറഞ്ഞാൽ വൈ ആക്സിന് മീറ്റ് ചെയ്യുന്ന പോയിൻറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എക്സിൻ്റെ വാല്യൂ 0 കൊടുക്കാം. എക്സിൻ്റെ വാല്യൂ 0 കൊടുത്താൽ എന്ത് വരും, y=10 വരും. അപ്പോൾ പോയിൻറ്റ് y=10 പറഞ്ഞു കഴിഞ്ഞാൽ 0, 10. ഇത് എക്സ് ആക്സിന് മീറ്റ് ചെയ്യുന്ന പോയിൻറ്റ്, ഇത് വൈ ആക്സിന് മീറ്റ് ചെയ്യുന്ന പോയിൻറ്റ്. ഇത് രണ്ടും ചേർത്ത് വരച്ച് കഴിഞ്ഞാൽ, ഞാൻ റഫായി വരച്ചാണ്. അപ്പോൾ നമുക്ക് ആ ലൈൻ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എക്സ് ഇൻ്റർസെപ്റ്റും വൈ ഇൻ്റർസെപ്റ്റും കണ്ടുപിടിക്കാം. സിമ്പിളായിട്ട് എക്സ് ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കാൻ y=0 കൊടുക്കുക, വൈ ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കാൻ x=0 കൊടുക്കുക. അപ്പോൾ നമുക്ക് കർവിൻ്റെ കാര്യത്തിൽ ഇതുപോലെ എടുക്കാം. അപ്പോൾ കർവ് എപ്പോഴാണ് എക്സ് ആക്സിന് മീറ്റ് ചെയ്യുക, വൈ ആക്സിന് മീറ്റ് ചെയ്യുക എന്നൊക്കെ ധാരണ കിട്ടുമല്ലോ. അപ്പോൾ അതാണ് എക്സ് ഇൻ്റർസെപ്റ്റ് വൈ ഇൻ്റർസെപ്റ്റ്. ഈ സിമെട്രി മൊത്തത്തിലൊന്നും ഇല്ല, എന്നാലും ഇപ്പോൾ സിമെട്രി ഏറ്റവും നന്നായി പറയാൻ പറ്റുക വൈ ആക്സിൻ സിമെട്രി നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, അതിന് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഈവൻ ഫംഗ്ഷൻ നോക്കാറില്ലേ, f(-x). അപ്പോൾ നിങ്ങൾക്ക് f(x)=x² ആണെന്ന് എഴുതാം. ഞാൻ f(-x) കണ്ടു കഴിഞ്ഞാൽ എന്താ വരിക, -x-ൻ്റെ സ്ക്വയർ ഈസ് x² ഇറ്റ്സെൽഫ് അല്ലേ. അപ്പോൾ അത് f(x) തന്നെ. അതായത് f(-x) ചെയ്ത് കഴിഞ്ഞാൽ f(x) തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് സിമെട്രിക് എബൌട്ട് വൈ ആക്സിസ് ആയിരിക്കും. x² എങ്ങനെ ഗ്രാഫ് നോക്കി നോക്ക്, ഇങ്ങനെ വരുന്നത്. അതായത് വൈ ആക്സിസിൽ വെച്ച് നിങ്ങൾ മുറിച്ച് കഴിഞ്ഞാൽ 2 ഈക്വൽ ഹാഫാണ് കിട്ടുക. ഓക്കെ, സിമെട്രിക്. അപ്പോൾ സിമെട്രിക് എബൌട്ട് വൈ ആക്സിസ് ആണ് f(-x)=f(x) ആണെങ്കിൽ. ഓക്കെ, നിങ്ങൾ വൈ ആക്സിസ് കൊണ്ട് മുറിച്ച് നോക്ക്, 2 ഈക്വൽ ഹാഫാണ് കിട്ടുക. അപ്പോൾ ഇതാണ് സിമെട്രിക് എബൌട്ട് എക്സ് ആക്സിസ്. ഒരിക്കലും നമുക്കൊരു ഫംഗ്ഷന് പോസിബിൾ ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നു, ഇതാണ് സിമെട്രിക് എബൌട്ട് എക്സ് ആക്സിസ് എന്ന് കരുതാം. അതായത് എക്സ് ആക്സിന് മേലെയും താഴെയും ഒരേപോലെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഫംഗ്ഷൻ ആവില്ല ഒരിക്കലും. വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റ് അനുസരിച്ച് നമുക്ക് ഇതൊരു ഫംഗ്ഷൻ ആവില്ല എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിമെട്രിക് എബൌട്ട് എക്സ് ആക്സിസ് വരാൻ ചാൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ എക്സ് ആക്സിസ് നോക്കണ്ട, സിമെട്രിക് എബൌട്ട് വൈ ആക്സിസ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ശരി, പിന്നെ ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഡൊമൈൻ വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ ഒരു കർവ് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ എക്സ് ആക്സിസ് നമുക്ക് ഡൊമൈന് ചില പോയിന്റിൽ ഇല്ല. tan x ഒക്കെ എന്ന് പറഞ്ഞാൽ π/2 ഡിഫൈൻഡ് അല്ല. അപ്പോൾ നമ്മൾ π/2 വെച്ച് നമ്മൾ ഗ്രാഫ് അവിടെ സ്റ്റക്ക് ആക്കും അല്ലെങ്കിൽ നിർത്തും. ഇപ്പോൾ 1/x കേസിൽ അതേ 0 ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഗ്രാഫ് വരയ്ക്കാറുള്ളത്, 0 വരയ്ക്കില്ല. അപ്പോൾ ഡൊമൈനും റേഞ്ചും ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫ് എത്രത്തോളം എവിടെയൊക്കെ വരയ്ക്കണം എന്നുള്ള ഐഡിയ ഉണ്ടാവും. ഇപ്പോൾ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3ൻ്റെ മുകളിലേക്ക് ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ ഗ്രാഫ് നമ്മൾ എങ്ങനെ വരയ്ക്കുക, ഇത് y=3ൻ്റെ മുകളിലേക്ക് ഗ്രാഫ് ഇല്ല, അതായത് റേഞ്ച് 3 വരെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രാഫ് ഇതിൻ്റെ അടിയിൽ വരയ്ക്കണം. ഗ്രാഫിൻ്റെ ഷേപ്പിനെ പറ്റിയിട്ട് ഏകദേശം ഒരു ധാരണ അതാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കുന്നതും കണ്ടിന്യൂറ്റി, എവിടെയൊക്കെ കണ്ടിന്യൂറ്റി ബ്രേക്ക് ആവുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ കണ്ടിന്യൂറ്റി എവിടെയെങ്കിലും ബ്രേക്ക് ആവുന്ന പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ഇപ്പോൾ ഈ പോയിന്റിൽ കണ്ടിന്യൂസ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രാഫ് അതുവരെ എങ്ങനെ വരയ്ക്കും, എന്നിട്ട് അവിടെ എത്തിയിട്ട് നമ്മൾ കണ്ടിന്യൂറ്റി ഒന്ന് ബ്രേക്ക് ചെയ്യും, എന്നിട്ട് ബാക്കി വരയ്ക്കും. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂറ്റിയൊക്കെ ഗ്രാഫിനെ പറ്റി ഒരു ധാരണ തരുന്ന. പിന്നെ വെർട്ടിക്കൽ ഈ അസിംപ്റ്റോട്ട്സ് നിങ്ങൾക്ക് വേണ്ട. ശരിക്കും വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് വേണമെങ്കിൽ പറഞ്ഞുതരാം, ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് തീരെ നിങ്ങൾക്ക് കത്തില്ല. വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയേ ഉള്ളൂ. അസിംപ്റ്റോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാവും. 1/x കേസിൽ തന്നെ കണ്ടോ, ഈ ഗ്രാഫ് ഇത് ഇങ്ങനെ പോവാം, വൈ ആക്സിനോട് ചേർന്ന് പോവാം.
അല്ലേ? അതായത് നോട്ട് ഡിഫൈൻഡ് ആവുന്ന പോയിൻറ്റ്സിലാണ് അസിംപ്റ്റോട്ട് ഉണ്ടാവുക. 0 അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി, കാരണം നിങ്ങൾക്ക് അസിംപ്റ്റോട്ട് ഇല്ല. അപ്പോൾ നോട്ട് ഡിഫൈൻഡ് എവിടേക്ക് ആവുന്ന അവിടേക്ക് അസിംപ്റ്റോട്ട് ഉണ്ടായിരിക്കും. ഇപ്പോൾ എക്സ് 1/xൻ്റെ കേസിൽ ഇവിടെ നോട്ട് ഡിഫൈൻഡ് വരും അല്ലേ 0. അപ്പോൾ അവിടെ ഫങ്ഷൻ ഈ 0 ലൈനോട് ഇങ്ങനെ അപ്രോക്സിമേറ്റ് ചെയ്യുക. അപ്പോൾ അസിംപ്റ്റോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈനാണ് ആക്ച്വലി. ഓക്കെ, ആ ലൈനോട് അപ്രോക്സിമേറ്റ് ചെയ്യുന്ന രീതിയിൽ വരും. ഇപ്പോൾ ടാൻ എക്സിൻ്റെ ഗ്രാഫ് എടുത്തു എഴുതാം. ടാൻ എക്സിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് വരുന്നത് നമുക്ക് ഓർമ്മയുണ്ട്. ടാൻ എക്സിൻ്റെ ഗ്രാഫ് ഇത് ഇങ്ങനെ വരും. π/2 വെച്ചിട്ട് അത് മുകളിലേക്ക് അങ്ങനെ കുത്തനെ പോകും. π/2 വെച്ചിട്ട് അവിടെ ഒരു അസിംപ്റ്റോട്ട് ഉണ്ട് ശരിക്കും. ഈ ഒരു ലൈനോട് അസിംപ്റ്റോട്ടിക്കലി എന്ന് പറയുക, അല്ലെങ്കിൽ അതിനോട് അപ്രോക്സിമേറ്റ് ചെയ്യുന്ന രീതിയിൽ ഈ ലൈനോട് ഇങ്ങനെ ചേർന്ന് വരും. അതാണ് അസിംപ്റ്റോട്ട്. അപ്പോൾ ഗ്രാഫിനെ പറ്റി അസിംപ്റ്റോട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഗ്രാഫ് ഈ രീതിയിൽ ഇങ്ങനെ ചേർത്ത് വരയ്ക്കാം. എങ്ങനെ അസിംപ്റ്റോട്ട് കണ്ടുപിടിക്കുക? ജസ്റ്റ് നോട്ട് ഡിഫൈൻഡ് ആവുന്ന പോയിൻറ്റ്സ് നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, y = f(x) എന്നാണല്ലോ. y നോട്ട് ഡിഫൈൻഡ് ആവുന്നത് എവിടേക്കാണെന്ന് നോക്കിയാൽ മതി. അവിടെയൊക്കെ ഇപ്പോൾ ടാൻ എക്സ് നോട്ട് ഡിഫൈൻഡ് ആവുന്ന π/2 അവിടെ നിങ്ങൾ അസിംപ്റ്റോട്ടിക്കലി വരയ്ക്കേണ്ടത്. പക്ഷേ x³ ഇതുപോലെ തന്നെ വരിക. പക്ഷേ അവിടെ അസിംപ്റ്റോട്ട് ഇല്ല കേട്ടോ. x³ നിർത്താതെ അങ്ങനെ വലുതായി പോയിക്കൊണ്ടിരിക്കുക. അവിടെ അസിംപ്റ്റോട്ടൊന്നുമില്ല. ഷേപ്പ് ഓൾമോസ്റ്റ് സിമിലർ ആണെങ്കിലും x³ ഒരിക്കലും നോട്ട് ഡിഫൈൻഡ് ആവില്ല. അപ്പോൾ നോട്ട് ഡിഫൈൻഡ് ആവുന്നത് എവിടെ നോക്കിയാൽ മതി, വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് കിട്ടാൻ. ഈ ഡിഫറൻഷ്യബിലിറ്റി ഒക്കെ നമ്മൾ പറഞ്ഞു. ഡിഫറൻഷ്യബിലിറ്റി പറയുന്നതിനുള്ളൊരു കാര്യം, ഡെറിവേറ്റീവ് ഡിഫറൻഷ്യബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഒരു ഷാർപ്പ് എഡ്ജ് വരുന്നുള്ളൂ. അപ്പോൾ mod x ഉണ്ടല്ലോ 0 ഡിഫറൻഷ്യബിൾ അല്ല. ഇങ്ങനെ 0 ഡിഫറൻഷ്യബിൾ അല്ല, അതുകൊണ്ട് നമ്മൾ അവിടെ ഒരു ഷാർപ്പ് എഡ്ജ് കൊടുക്കുക. ഡിഫറൻഷ്യബിൾ അല്ല എന്നുണ്ടെങ്കിൽ ആ ഗ്രാഫ് അവിടെ ഒരു ഷാർപ്പ് എഡ്ജ് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഡിഫറൻഷ്യബിലിറ്റി ഒക്കെ വെച്ച് നോക്കാം. റിലേറ്റീവ് എക്സ്ട്രീമ, മാക്സിമം മിനിമ. ഓക്കെ, അപ്പോൾ ഫംഗ്ഷന് 3 മാക്സിമം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് 3. മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫ് ഇവിടം വരെ പോയിട്ട് പിന്നെ താഴത്തേക്ക് വരേണ്ടി വരും. നല്ല മാക്സിമം ആവുള്ളൂ, റിലേറ്റീവ് മാക്സിമം ഒക്കെ ആവുള്ളൂ. അപ്പോൾ മാക്സിമം മിനിമം ഒക്കെ വെച്ചാൽ അതുപോലെ 5 മിനിമം ഉണ്ടെന്നുണ്ടെങ്കിൽ 5 താഴെ വരെ പോയിട്ട് പിന്നെ മേലേക്കൊന്ന് കയറേണ്ടി വരും. അപ്പോൾ ഗ്രാഫിനെ പറ്റിയൊരു ധാരണ റിലേറ്റീവ് എക്സ്ട്രീം വെച്ചിട്ട് കിട്ടും. കോൺകേവിറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോൺകേവിറ്റി ചെക്ക് ചെയ്യാനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഡെറിവേറ്റീവ് 0 ആവുന്ന, അല്ലെങ്കിൽ കോൺകേവിറ്റി സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ കോൺകേവ് ഡൗൺവേർഡ്സ്. സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ കോൺകേവ് അപ്വേർഡ്സ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കോൺകേവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഇപ്പം 0 മുതൽ 5 വരെ കോൺകേവ് അപ്വേർഡ് ആണെന്ന് കരുതാം. അപ്പോൾ നമ്മൾ ഗ്രാഫിൻ്റെ ഷേപ്പ് ഇങ്ങനെ വരയ്ക്കേണ്ടി വരും 0 മുതൽ 5 വരെ. ഓക്കെ, അപ്പം അതുപോലെ ഡൗൺവേർഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രാഫിൻ്റെ ഷേപ്പ് ഇങ്ങനെ വരയ്ക്കേണ്ടി വരും ആ ഒരു റീജിയനിൽ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ് പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ നമ്മൾ പറഞ്ഞു. പിന്നെ ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട്, ഇൻഫൈനൈറ്റ് ലിമിറ്റ്സ്, അതൊന്നും വേണ്ട, അത് നമ്മുടെ സിലബസിൽ ഇല്ല. പോയിൻറ്റ്സ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോൺകേവിറ്റി ചേഞ്ച് ചെയ്യാത്ത സെക്കൻഡ് ഡെറിവേറ്റീവ് 0 ആവുന്ന പോയിൻറ്റ്സ്. ഇപ്പോൾ കോൺകേവിറ്റി ചേഞ്ച് ചെയ്യുന്ന പോയിൻറ്റ്സ് കേട്ടോ ഞാൻ പറഞ്ഞു. അതെ, അപ്പോൾ ഇതേ കണ്ടോ, x³ ഗ്രാഫാണ്. ഇവിടെ കോൺകേവിറ്റി ചേഞ്ച് ചെയ്തു. ഇവിടെ ഡൗൺവേർഡ്സ് ആയിരുന്നു, ഇവിടെ അപ്വേർഡ്സ് ആയി. അപ്പോൾ ഇത് പോയിൻറ്റ്സ് ഓഫ് ഇൻഫ്ലക്ഷനാണ്. അപ്പോൾ നമുക്ക് ഗ്രാഫിനെ പറ്റി ഒരു ധാരണ കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ടും ഇൻഫൈനൈറ്റ് ലിമിറ്റ്സ് ഒന്നും വേണ്ട, അതൊന്നും സിലബസിലില്ല. ശരി, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ, അപ്പോൾ എങ്ങനെ അത് അപ്ലൈ ചെയ്യുന്നുള്ളത് പറയാം. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കുക. ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കുക. അപ്പോഴേ നമുക്ക് ഗ്രാഫ് ഏത് മുതൽ ഏത് അറ്റം വരെ വരയ്ക്കണം, മുകളിലേക്ക് എത്ര കൊണ്ടുപോകണം, താഴത്തേക്ക് എത്ര കൊണ്ടുപോകണം, അത് മുകളിലേക്ക് എത്ര കൊണ്ടുപോകണം, താഴത്തേക്ക് എത്ര കൊണ്ടുപോകണം എന്നുള്ള റേഞ്ച് വെച്ചിട്ട് മനസ്സിലാവുക. ഇപ്പോൾ റേഞ്ച് കിട്ടിയത് -3 മുതൽ 3 വരെയാണെന്ന് കരുതാം. നിങ്ങളുടെ ഗ്രാഫ് ഏത് മുതലേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഏതിൻ്റെ പരിധിയിലായിരിക്കും, ഇവിടെ -3, ഇത് +3 ആണെന്ന് കരുതാം. അപ്പോൾ നിങ്ങളുടെ ഗ്രാഫ് എന്തായാലും ഇതിനകത്തായിരിക്കും. നിങ്ങൾ മാക്സിമം പോയാൽ -3, അല്ലെങ്കിൽ മിനിമം പോയാൽ -3, മാക്സിമം പോയാൽ 3, ഈ ഒരു ഇതിനകത്തായിരിക്കണം നിങ്ങൾ കർവ് വരയ്ക്കേണ്ടത്. അതിൻ്റെ മുകളിലേക്ക് പോകില്ല എന്നല്ലേ മീനിങ്. അപ്പോൾ ഡൊമൈനും റേഞ്ച് നിങ്ങൾ കണ്ടുപിടിച്ച് വെക്കുക. ഇൻ്റർസെപ്റ്റ് ഏതൊക്കെയെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇൻ്റർസെപ്റ്റുകൾ കണ്ടുപിടിക്കാനൊന്നും വലിയ പണിയില്ല. അതുപോലെ അസിംപ്റ്റോട്ട്, വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് നോക്കുക നിങ്ങൾ, നോട്ട് ഡിഫൈൻഡ് ആവുന്നത്. പിന്നെ സിമ്മട്രി ഒക്കെ ചെക്ക് ചെയ്യുക. അതുപോലെ ഡെറിവേറ്റീവുകൾ കണ്ടുപിടിച്ച് വയ്ക്കുക. ഡെറിവേറ്റീവ് എവിടെയൊക്കെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, എക്സിസ്റ്റ് ചെയ്യാത്തത്, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. റിലേറ്റീവ് മാക്സിമം, പോയിൻറ്റ്സ് ഓഫ് ഇൻഫ്ലക്ഷനൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് വയ്ക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. ലോങ് പ്രോസസ്സാണ്, എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി സ്കിപ്പ് ചെയ്യേണ്ടെന്ന് വിചാരിച്ച് തരുന്നത്. ഇപ്പോൾ സപ്പോസ് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് f(x) ഇങ്ങനെ തന്നിട്ടുണ്ടെന്ന് എഴുതാം.
എന്തിനാണ് ഡൊമൈൻ കണ്ടുപിടിക്കണം എന്നുള്ളത് അവിടെ പറയുന്നത്. എഫ് ഓഫ് എക്സ് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് കരുതാം. അപ്പോൾ ഇതിന് പല രീതിയിൽ ഇപ്പോൾ നല്ലോണം സൂം ചെയ്ത് കഴിഞ്ഞാൽ ഫംഗ്ഷൻ്റെ ഫോമാറ്റ് ഇങ്ങനെ വരിക. അടുത്തുനിന്ന് കാണുകയാണെങ്കിലേ അല്ല കുറച്ചും കൂടെ ഇത് ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. കുറച്ചും കൂടെ സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ വാല്യൂസ് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. ഇവിടെ 40 വരെ എടുത്തിട്ടുള്ളൂ, ഇവിടെ 5 വരെയൊക്കെ ഉള്ളൂ. ആ ഒരു റീജിയനിൽ നോക്കുകയാണെങ്കിൽ ഈ ഗ്രാഫിൻ്റെ ഈ ചെറിയ പോർഷനാണ് നോക്കിയിട്ടുള്ളത്, അത് സൂം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എത്രത്തോളം വരയ്ക്കണം, ഏതൊക്കെ റീജിയനിൽ ഏത് പരിധി വരെ വരയ്ക്കണം എന്നുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടി കാണിച്ചെന്നേ ഉള്ളൂ. ഇത് നമുക്ക് വേണ്ട. തൽക്കാലം ഞാൻ ഈ ഫംഗ്ഷനെ തന്നെ ഒരാൾ ചെറിയൊരു റീജിയനിലാണ് വരച്ചതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരും. അത് തന്നെ വലിയൊരു റീജിയനിലാണെന്നുണ്ടെങ്കിൽ 200 വരെ 30 വരെ കാണിച്ചു കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഇത്രയും ഈ രീതിയിൽ നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കാം. ഡീറ്റെയിലിംഗ് എന്ന് പറയാറില്ലേ, അതുപോലെ വരയ്ക്കാം. ഓക്കെ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഡൊമൈൻ റേഞ്ച് കണ്ടുപിടിക്കുക, ഇൻ്റർസെപ്റ്റ് എന്താണ്, സിമ്മട്രി എന്താണ്, ഇനി ഡെറിവേറ്റീവുകൾ എപ്പോഴൊക്കെ 0 ആവുക, അല്ലെങ്കിൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാത്ത പോയിൻ്റ് ഉണ്ടോ, ഇതൊക്കെ ചെക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ ലിസ്റ്റായിട്ട് തന്നെ കാണിച്ചു തരാം എന്തൊക്കെയാണ് നിങ്ങൾ നോക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നിങ്ങൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എപ്പോഴൊക്കെയാണ് ഫംഗ്ഷൻ 0 ആവുന്നത്. ഫംഗ്ഷൻ 0 ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആക്സിനെ മീറ്റ് ചെയ്യുന്ന പോയിൻറ്റ്സ്. ഡെറിവേറ്റീവ് എപ്പോഴാണ് 0 ആവുക, അതായത് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ഏതൊക്കെയാണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് 0 ആവുന്നത് എവിടെയൊക്കെയാണ്. ഓക്കെ, പോയിൻറ്റ്സ് ഓഫ് ഇൻഫ്ലക്ഷനൊക്കെ കിട്ടാനേ. അപ്പോൾ ഈ 3 സോൾവ് ചെയ്യാനാണ് നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ടത്. ശരി, നോക്കി നോക്കാം. ഒരു ഗ്രാഫിൻ്റെ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് നോക്കാം. ഇതാണ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ വരയ്ക്കാൻ തന്നിരിക്കുന്ന ഗ്രാഫ് എന്ന് കരുതാം. എന്തായാലും നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ടെക്സ്റ്റിൽ സോൾവ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രാഫ് വരാൻ തന്നെ ചാൻസ് ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതേതെങ്കിലും ഒന്ന് പഠിച്ചു പോകണമെന്നുണ്ടെങ്കിൽ അത്ര പഠിച്ചാൽ മതി. അല്ലെങ്കിൽ ഭയങ്കര കോംപ്ലിക്കേഷനാണ് ഈ ഗ്രാഫ് സ്കെച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇപ്പോൾ ഇതാണ് നിങ്ങൾക്ക് 2 × x² - 9 / x² - 4. നിങ്ങൾ ഫസ്റ്റ് തന്നെ ഡൊമൈൻ റേഞ്ചും കണ്ടുപിടിക്കുക. അപ്പോൾ അതിനകത്തുള്ളൊരു പ്രശ്നമാണ് ഇതിൻ്റെ റേഞ്ച് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ വരികയാണെന്നുണ്ടെങ്കിൽ ഡൊമൈൻ മാത്രം ചെയ്താൽ മതി, റേഞ്ചിനെ പറ്റി ആലോചിക്കേണ്ട. ഓക്കെ, ഇതിൻ്റെ ഡൊമൈൻ എന്താ, നമ്മൾ ഇങ്ങനെ വരുന്ന ഫംഗ്ഷൻസിൻ്റെ ഡൊമൈൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അവിടുത്തെ x² - 4 0 ആവാൻ പാടില്ല അല്ലേ. ഓക്കെ, x² - 4 0 ആയിക്കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ 0 ആവില്ലേ, അപ്പോൾ വാല്യൂ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ x² - 4 എപ്പോഴൊക്കെ 0 ആവാൻ ചെക്ക് ചെയ്യുക. x² = 4 ആകുമ്പോൾ, അതായത് x = +or -2 ആകുമ്പോൾ ഇവർ ഡൊമൈനകത്തില്ല. അതായത് r - set -2 2 ഇതാണ് ഡൊമൈൻ. ഓക്കെ, ഡൊമൈൻ കിട്ടി. അതായത് നിങ്ങൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ -2ലും വാല്യൂ ഉണ്ടാവില്ല, 2ലും വാല്യൂ ഉണ്ടാവില്ല, അല്ലെങ്കിൽ നോട്ട് ഡിഫൈൻഡ് ആയിരിക്കും. ഒരു കാര്യം കൂടെ പറയാം, -2ലും 2ലും വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് ഉണ്ടാവുക, നോട്ട് ഡിഫൈൻഡ് ആയതുകൊണ്ട്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു ലൈൻ വരച്ച് വെക്കാം ആദ്യം. ശരി, പിന്നെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എവിടെയൊക്കെയാണ് ഗ്രാഫ് നോട്ട് ഡിഫറൻഷ്യബിൾ അല്ലാതിരിക്കുക, അല്ലെങ്കിൽ അതുപോലെ കണ്ടിന്യൂസ് അല്ലാതിരിക്കുക എന്നുള്ളതൊക്കെയാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കി നോക്കും. അപ്പോൾ അതിന് ചെയ്യാൻ ഏറ്റവും നല്ലത് ഇങ്ങനൊരു ലിസ്റ്റ് നിങ്ങൾ കയ്യിൽ കരുതാം. പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പറിൽ എഴുതി കൊണ്ടുപോകാനല്ല, പഠിക്കുക. ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. ഇതൊക്കെ ചെയ്താൽ തന്നെ നിങ്ങൾ ആൻസർ കുറേയൊക്കെ പരിഗണിക്കും. ഓക്കെ, ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് തന്ന ഫംഗ്ഷന് കോഷ്യൻ ഫംഗ്ഷൻ ആയിരുന്നു, അല്ലെങ്കിൽ റാഷണൽ ഫംഗ്ഷൻ ആയിരുന്നു 2 × x² - 9 / x² - 4 എന്നുള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് തന്ന എഫ് ഓഫ് എക്സ് അല്ലേ. അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യുക. കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്തിട്ട് ഫസ്റ്റ് ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ ഒന്നും കൂടെ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ഡെറിവേറ്റീവ് കിട്ടും. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഞാൻ ഡയറക്റ്റായിട്ട് കാണിക്കുന്നു. ഫസ്റ്റ് ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കുക, സെക്കൻഡ് ഡെറിവേറ്റീവും കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കുക. അത് ആദ്യത്തെ 2 എണ്ണമായിട്ട് നിങ്ങൾ ഈ ലിസ്റ്റ് എന്തായാലും ഫില്ല് ചെയ്യാം. ഈ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്താൽ മതി. ഫസ്റ്റ് ഡെറിവേറ്റീവ് സെക്കൻഡ് ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. ഇനി എക്സ് ഇൻ്റർസെപ്റ്റും വൈ ഇൻ്റർസെപ്റ്റും എവിടേക്കാണ് ഗ്രാഫ് ആക്സിസിനെ മീറ്റ് ചെയ്യുന്നുള്ളത്. എക്സ് ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എക്സ് ആക്സിസിനെ മീറ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഫംഗ്ഷൻ ഈ ഫോമാറ്റില്ല, അതായത് y = ഇതെന്നാ അല്ലേ. എക്സ് ആക്സിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 0 ആവുന്നത്, അതായത് y 0 ആവുന്നത്. അപ്പോൾ y = 0 എന്ന് കൊടുക്കാം. അപ്പോൾ എന്താ വരും, 2 × x² - 9 / x² - 4 = 0. y 0 ആവുന്നത്. അപ്പോൾ x² ഇത് ഈ ഒരു ഫ്രാക്ഷൻ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഫ്രാക്ഷൻ 0 ആണെന്നുണ്ടെങ്കിൽ ന്യൂമറേറ്റർ 0 ആവണം എന്നുള്ളത്. അതായത് 2 × x² - 9 0 ആവണം. അതായത് 2 വേണ്ട, 2 എന്തായാലും 0 ആവില്ലല്ലോ. x² - 9 എപ്പോഴാണ് 0 ആവുക, x = +or -3 ആകുമ്പോൾ. അതായത് എക്സ് ഇൻ്റർസെപ്റ്റ് പറഞ്ഞാൽ y 0 കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് 3 0യും -3 0യും. എക്സ് ഇൻ്റർസെപ്റ്റ് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഇക്വേഷനിൽ yക്ക് 0 കൊടുക്കുക.
അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പോയിൻറ്റ്സാണ് എക്സ് ഇൻ്റർസെപ്റ്റ്. ഇനി വൈ ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സിന് 0 കൊടുക്കുക. ഓക്കെ, എക്സിന് 0 കൊടുത്താൽ എക്സിന് 0 കൊടുത്ത് നോക്കിയേക്കാം നമുക്ക് ഈക്വേഷനിൽ. അപ്പോൾ വൈയുടെ വാല്യൂ കിട്ടും. എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ 2 × 0² - 9 ഡിവൈഡ് ബൈ 0² - 4 ഈക്വൽ ടു വൈ. ഇങ്ങനെയല്ലേ വരിക, 0² 0. അപ്പോൾ 2 × -9 എന്ന് പറഞ്ഞാൽ -18 ഡിവൈഡ് ബൈ -4 ഈക്വൽ ടു വൈ. -18 ബൈ -4 മൈനസ് ക്യാൻസലായി പോയിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ 4.5 ഇതാണ് എന്ത് കിട്ടുക, വൈ കിട്ടുക. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0, വൈൻ്റെ വാല്യൂ 4.5. ഇതാണ് വൈ ഇൻ്റർസെപ്റ്റ്, വൈ ആക്സിസിനെ മീറ്റ് ചെയ്യുന്ന പോയിൻറ്റ്. അപ്പോൾ നിങ്ങൾ എക്സ് ആക്സും വൈ ആക്സും വരച്ചിട്ടുണ്ടെങ്കിൽ 4.5 0 4.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആയിട്ട് എക്സ് വാല്യൂ 0, വൈ വാല്യൂ 4.5 ഇവിടെ ആയിട്ട് കിട്ടും. അവിടെ ആക്സിസ് ഇവിടെ മീറ്റ് ചെയ്യുന്നുണ്ടാവും, ഗ്രാഫ് അതിനെ ആക്സിസിനെ മീറ്റ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ 3 -3 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ ഉണ്ടാവും 2ൻ്റെ അപ്പുറത്തല്ലേ. ഓക്കെ, അതുപോലെ -30 എന്ന് ഇവിടെ. അപ്പോൾ ഇവിടെയൊക്കെ ഗ്രാഫ് പാസ് ചെയ്യുന്നുണ്ടാവും. നമുക്ക് ആ ഒരു ധാരണകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് എക്സ് ഇൻ്റർസെപ്റ്റും വൈ ഇൻ്റർസെപ്റ്റും. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ്, സെക്കൻഡ് ഡെറിവേറ്റീവ്, എക്സ് ഇൻ്റർസെപ്റ്റ് വൈ, ഇതൊന്നും കാണാൻ വലിയ ബുദ്ധിമുട്ടില്ല. വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് ഞാൻ പറഞ്ഞു, ഇപ്പോൾ തൊട്ട് മുന്നേ ചെയ്തു. എവിടെയൊക്കെ നോട്ട് ഡിഫറൻഷ്യബിൾ ആവുക നോക്കിയാൽ മതി. അതായത് ഈ വാല്യൂ ഉണ്ടല്ലോ, എപ്പോഴാണ് നോട്ട് ഡിഫൈൻഡ് ആവുക നോക്കുക. വേണമെങ്കിൽ y =∞ ആവുക എന്ന് ആലോചിച്ചാൽ മതി. അതായത് x² - 4 എക്സിസ്റ്റ് ചെയ്യാത്തത് നമ്മളത് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. x² - 4 എക്സിസ്റ്റ് ചെയ്യാത്തല്ല 0 ആവുന്നത്. x² - 4 0 ആവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസ് ആവുന്നില്ലല്ലോ. ഓക്കെ, നമ്മളത് ചെയ്ത് കേട്ടിട്ടുണ്ടായിരുന്നു. x =-2ലും x = 2. അതാണ് വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്. x =-2ല് x = 2ല്. അപ്പോൾ അതും ലിസ്റ്റ് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല. പിന്നെ ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് നിങ്ങൾ പറ്റുകയെന്നുണ്ടെങ്കിൽ ചെയ്യും, y = 2. അതിപ്പോൾ എങ്ങനെ പറഞ്ഞുതരാം, ചിലർക്ക് കത്തും. കാരണം ഒന്നാം തവണ സിലബസിൽ ഇല്ല ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് പറഞ്ഞ സെക്ഷൻ. അപ്പോൾ ഇനി എക്സിന് ഇൻഫിനിറ്റി കൊടുക്കുക, അങ്ങനെ ആലോചിച്ചാൽ മതി. കൊടുക്കണമൊക്കെ ഇമ്പോസിബിളാണ്. ശരിക്കും ചെയ്യേണ്ടത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി f(x) ആണ് നിങ്ങൾക്ക് ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് കിട്ടാനുള്ള വഴി. അതായത് എക്സിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ 2 × ∞² - 9 ഡിവൈഡ് ബൈ ∞². ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയി പോവും ശരിക്കും. എങ്ങനെ ഇപ്പോൾ അത് പറയുക. ഓക്കെ, കിട്ടിയാൽ നല്ലത്. ഞാൻ കാണിച്ചു തരാം. f(x) നിങ്ങൾക്ക് തന്നിട്ടുള്ളത് x² - 9 ഡിവൈഡ് ബൈ x² - 4 2 കൂടെ ഉണ്ട്. നിങ്ങൾ ഇതെന്ന് x² പുറത്തേക്ക് എടുക്കുക മുകളിൽ നിന്ന്. അപ്പോൾ എന്താ വരിക, 2 × x² പുറത്തേക്ക് എടുത്തിട്ട് 1 - 9/x². ഓക്കെ, 9 x² പുറത്ത് 9/x². അതുപോലെ താഴെന്ന് x² പുറത്തേക്ക് എടുക്കുക, 1 - 4/x². ഇനി x² ക്യാൻസലായി പോകും. അതായത് മുകളിൽ നിന്ന് മാക്സിമം x പുറത്തേക്ക് എടുക്കുക, താഴെ നിന്ന് മാക്സിമം x പുറത്തേക്ക് എടുക്കുക, എന്നിട്ട് അത് ക്യാൻസൽ ചെയ്ത് കളയുക. ചിലപ്പോൾ x ബാക്കിയൊക്കെ ഉണ്ടാവും. അപ്പോൾ 2 × ഇതെന്താ വരിക, 1 - 9/x² അവിടെ തന്നെ മതി, ഡിവൈഡ് ബൈ 1 - 4/x². ഇനി ശ്രദ്ധിക്കുക, എക്സ് ഇൻഫിനിറ്റിക്ക് പോകുമ്പോൾ, എക്സിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിക്ക് പോകുമ്പോൾ 9/x² എങ്ങോട്ടാണ് പോവുക, ഇത് ഇൻഫിനിറ്റിക്ക് പോകുമ്പോൾ ഇത് 0ലേക്കാണ് പോവുക. എക്സിൻ്റെ വാല്യൂ വലുതാക്കി കഴിഞ്ഞാൽ ഈ വാല്യൂ 0ലേക്കാണ് പോവുക. അതേപോലെ 4/x² എങ്ങോട്ടാണ് പോവുക, 0ലേക്കാണ് പോവുക. ഇൻ ഷോർട്ട് 2 × ഇവിടെ 1 - 0, ഇത് 1 - 0, അതായത് 2 × 1 ഡിവൈഡ് ബൈ 1. അപ്പോൾ 2 ആ കിട്ടുക. അതായത് y നമ്മുടെ f(x) y = 2 എന്നുള്ളതാണ് ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട്. ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ y = ഫോമാറ്റിലാണ് നിങ്ങൾക്ക് കിട്ടുക. എക്സ് ഇൻഫിനിറ്റിക്ക് പോകുമ്പോൾ y എന്താണ്, അതാണ് ചോദ്യം. അതാണ് ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട്. ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് പറഞ്ഞാൽ ഇത് വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് കുത്തനുള്ള ലൈന്, ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് y = 2 എന്നുള്ള ലൈനാണിത്. അപ്പോൾ ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് ആകുമ്പോൾ ഗ്രാഫ് അസിംപ്റ്റോട്ട് ഞാൻ പറഞ്ഞല്ലോ, ഗ്രാഫ് അതിനോട് ഇങ്ങനെ അപ്രോക്സിമേറ്റ് ചെയ്യുന്ന പോലെ പോകും. ശരി, അപ്പോൾ y = 2 എന്നുള്ളതാണ് ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട്. ഇനി ക്രിട്ടിക്കൽ നമ്പർ, എങ്ങനെ ക്രിട്ടിക്കൽ നമ്പർ കിട്ടുക? ക്രിട്ടിക്കൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ f'(x) നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് 0 ആവുന്നത് എവിടേക്ക് നോക്കുക, അല്ലെങ്കിൽ f'(x) എക്സിസ്റ്റ് ചെയ്യാത്ത എവിടേക്ക് നോക്കും. അപ്പോൾ f'(x) കിട്ടിയിട്ടുള്ളത് 20x/x² - 4 ഹോൾ സ്ക്വയറാണ്. അപ്പോൾ ക്രിട്ടിക്കൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാത്തോ ഡെറിവേറ്റീവ് 0 ആവുന്ന പോയിന്റ്. ഡെറിവേറ്റീവ് ഇവിടെ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് എന്താ വരിക, 0 ആവില്ലേ. അപ്പോൾ x = 0 ഒരു ക്രിട്ടിക്കൽ നമ്പറാണ്. ഇനി ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x² - 4 ഡിനോമിനേറ്റർ 0 ആവുക,
അത് x²-4 0 നമ്മൾ ഓൾറെഡി പറഞ്ഞു. +or-2 ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല ഡൊമൈൻ നോക്കിയപ്പോഴേ. അപ്പോൾ നമ്മളത് ക്രിട്ടിക്കൽ നമ്പർ എന്തായാലും വേണ്ട. x=0 മാത്രമേ ഉള്ളൂ ക്രിട്ടിക്കൽ നമ്പർ, അത് ഡെറിവേറ്റീവ് 0 ആവുന്നത്. ഇനി പോസിബിൾ പോയിൻറ്റ്സ് ഓഫ് ഇൻഫ്ലക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് ഡെറിവേറ്റീവ് 0 ആവുന്ന പോയിൻറ്റ്സ് നിങ്ങൾ നോക്കിയോ. സെക്കൻഡ് ഡെറിവേറ്റീവ് ഇതാ -20 3x² + 4 അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടും. സംഭവം ബുദ്ധിമുട്ട് തന്നെയാണ്, എനിക്കറിയാം. എന്നാലും പറ്റുന്നിടത്തോളം ചെയ്തെത്തിക്കുക. ബൈ ചാൻസ് നിങ്ങൾക്ക് എസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഓവർ ക്വസ്റ്റ്യൻ അവിടെ അപ്പുറത്തുണ്ടാവും. അപ്പോൾ നിങ്ങൾ അത് അറ്റൻഡ് ചെയ്താൽ മതി. ഇനി ഒരു നിവൃത്തിയില്ല, അതൊട്ടും അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാം. ഓക്കെ, അതിനുള്ള വഴികളാണ് നിങ്ങൾ പറ്റുന്ന പോലെ ഇതൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് വയ്ക്കുക. പോസിബിൾ പോയിൻറ്റ്സ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് എവിടെയൊക്കെ 0 ആവുന്നു അവിടെ പോയിൻറ്റ്സ് ഓഫ് ഇൻഫ്ലക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് 0 ആവുന്ന പോയിൻ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. -20 × 3x² + 4 അത് 0 ആവണം. എടാ 3x² + 4 -20 എന്തായാലും 0 ആവില്ല. 3x² + 4 എപ്പോഴെങ്കിലും 0 ആവും? ഇല്ലല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 4 അങ്ങോട്ട് ഉണ്ട്. 3x² = -4 x² = -4/3 ഇത് പോസിബിൾ ആണോ? അല്ല. x² ഒരിക്കലും നെഗറ്റീവ് നമ്പർ ആവില്ല. അതുകൊണ്ടാണ് പോയിൻറ്റ്സ് ഓഫ് ഇൻഫ്ലക്ഷൻ നൺ എന്ന് കൊടുത്തത്. നിങ്ങൾ സ്റ്റെപ്പായിട്ട് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഒരു ഹെഡിങ് കൊടുത്തിട്ട് അത് കണ്ടുപിടിക്കുക. സെക്കൻഡ് ഡെറിവേറ്റീവ് സൈഡ് ഹെഡിങ് ആയിട്ട് അത് കണ്ടുപിടിക്കുക. എക്സ് ഇൻ്റർസെപ്റ്റ് അത് കണ്ടുപിടിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ലിസ്റ്റ് പഠിച്ച് വയ്ക്കുക. എന്നിട്ട് ഓരോന്നിടയിൽ അതിൽ മാക്സിമം പറ്റുന്നതൊക്കെ കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഒരു ഗ്രാഫ് വരച്ച് വയ്ക്കുക. പിന്നെ സിമ്മട്രി വിത്ത് റെസ്പെക്റ്റ് വൈ ആക്സിസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫംഗ്ഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫംഗ്ഷൻ എന്ത് തന്നിട്ടുണ്ടായിരുന്നു? ഫംഗ്ഷൻ എങ്ങനെയാണ്? നിങ്ങളിതിൽ -x കൊടുത്താൽ f(-x) കണ്ടുപിടിച്ച് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ f(x) = 2 × x² - 9 / x² - 4 ആണ്. f(-x) കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 × x² പകരം -x / -x² - 4 അങ്ങനെയല്ലേ? എടാ -x² എന്ന് പറഞ്ഞാൽ x² അല്ലേ? ഈവൻ പവർ ആണെങ്കിൽ മാറില്ല, അത്ര ഓർത്തുവെച്ചാൽ മതി. x² - 4 -x² - 4 അത് x² - 4 ആണ്. ഇത് ശരിക്കും f(x)ൻ്റെ അല്ലേ? f(-x) = f(x) കിട്ടിയില്ലേ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? സിമ്മട്രി വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസ്. അപ്പോൾ സിമ്മട്രി നമുക്ക് ഉത്തരമായി. f(-x) ചെയ്തപ്പോൾ f(x)നെ കിട്ടിയുകൊണ്ട് സിമ്മട്രി വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസ്. ഡൊമൈൻ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഓൾ റിയൽ നമ്പേഴ്സ് എക്സെപ്റ്റ് x = +or-2. അതായത് 6ൽ നിന്ന് -2ഉം റിമൂവ് ചെയ്ത്. എനിക്ക് ഫോക്കസ് പോകുന്നുള്ളൂ. ശരി, ഓക്കെ. ഇനി ടെസ്റ്റ് ഇൻ്റർവെൽസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടേക്കാണ് ഫംഗ്ഷൻ ഇൻക്രീസിങ് ആവേണ്ടത് ഡിക്രീസിങ് ആവാൻ തീരുമാനിക്കുന്നതാണ് ടെസ്റ്റ് ഇൻ്റർവെൽസ്. അത് ഞാൻ ടേബിളായിട്ട് കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഇപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടി. ഇത്രയും പറഞ്ഞു വെച്ചിട്ട് ഇവിടെ ഒരു അസിംപ്റ്റോട്ട് ഉണ്ട്, ഇവിടെ ഒരു അസിംപ്റ്റോട്ട് ഉണ്ട്. അതായത് ഇതിനോട് അപ്രോക്സിമേറ്റ് ചെയ്യുന്ന രീതിയിൽ ഗ്രാഫ് വരയ്ക്കണം. പിന്നെ നമ്മൾ എക്സ് ആക്സിന് വൈ ആക്സിന് മീറ്റ് ചെയ്യുന്ന പോയിൻറ്റ്സൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് എക്സ് ഇൻ്റർസെപ്റ്റ് ആയിട്ട് കിട്ടിയത് -3 ഫംഗ്ഷൻ ഇവിടെ മീറ്റ് ചെയ്യണം. അതുപോലെ 3 ഫംഗ്ഷൻ ഇവിടെ മീറ്റ് ചെയ്യണം. പിന്നൊന്ന് 4.75 y = 4.5 ഇതായിരുന്നു വൈ ഇൻ്റർസെപ്റ്റ് ആയിട്ട് കിട്ടിയിരുന്നത്. അതുപോലെ ഇതിലൂടെയും ഗ്രാഫ് കടന്നു പോകണം. ഇത്രയൊരു ധാരണ കിട്ടിയിട്ടുണ്ട്. ഈ ഗ്രാഫ് മേലേക്ക് എങ്ങനെ വരയ്ക്കേണ്ടോ താഴത്തേക്ക് എങ്ങനെ വരയ്ക്കേണ്ടോ, അതിൽ ഇൻഫ്ലക്ഷൻ എവിടേക്കാണ് അതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോൺകേവിറ്റി എങ്ങനെയാണ്, ഇങ്ങനെ വരയ്ക്കണോ അതോ ഇങ്ങനെ വരയ്ക്കണോ, അതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ കോൺകേവിറ്റി ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എവിടേക്കാണ് ഫംഗ്ഷൻ, അപ്പോൾ അത് ചെക്ക് ചെയ്യണമല്ലോ. ഇൻക്രീസിങ് ഡിക്രീസിങ് ചെക്ക് ചെയ്യണം. നമ്മൾ ഇൻക്രീസിങ് ഡിക്രീസിങ് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിട്ടിക്കൽ നമ്പേഴ്സ് എടുക്കുക. ക്രിട്ടിക്കൽ നമ്പർ എന്താ? x = 0 അല്ലേ? ക്രിട്ടിക്കൽ നമ്പർ x = 0. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് നമ്മൾ നമ്പർ ലൈൻ ഒന്ന് വരച്ചു കൊടുക്കാം. ഓക്കെ, ഇതിൽ നമുക്ക് കിട്ടിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് ഫംഗ്ഷൻ എന്തൊക്കെയോ ചേഞ്ച് ഉണ്ടാവുന്ന പോയിൻറ്റ്സാണ് നമ്മളിനി ചെക്ക് ചെയ്യേണ്ടത്. അവിടെയാണ് നമ്മൾ ബ്രേക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ക്രിട്ടിക്കൽ നമ്പറിൽ എന്തായാലും ഒരു ചേഞ്ച് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, 0. പിന്നെ ഒരു ചേഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ലാത്ത പോയിൻറ്റ്സാണ് 2 -2 ഒക്കെ. അപ്പോൾ അവിടെ നമുക്ക് എന്തൊക്കെയോ ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. പിന്നെ സെക്കൻഡ് ഡെറിവേറ്റീവ് 0 ആവുന്ന, അല്ലെങ്കിൽ കോൺകേവിറ്റി ചേഞ്ച് ആവുന്ന പോയിൻറ്റ്സ് ഒന്നും നമുക്ക് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് 4 ഇൻ്റർവെൽസ് കിട്ടും. ഏതൊക്കെയാണ്? -∞ മുതൽ -2 വരെ, -2 മുതൽ 0 വരെ, 0 മുതൽ 2 വരെ, 2 മുതൽ ∞ വരെ. ഈ 4 ഇൻ്റർവെൽസാണ് നമ്മൾ ടെസ്റ്റ് ഇൻ്റർവെൽസ് ആയിട്ട് എടുക്കുന്നത്. അതിൽ ഓരോ ഫംഗ്ഷൻ്റെയും ഡെറിവേറ്റീവിൻ്റെയൊക്കെ സ്വഭാവമാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇത് ബുദ്ധിമുട്ടാണ്, കുറച്ച് സാവധാനം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ആദ്യം ഇൻ്റർവെല്ലിൽ -∞ -2 വരെ, പിന്നെ -2 മുതൽ 0 വരെ, പിന്നെ 0 മുതൽ 2 വരെ,
പിന്നെ 2 മുതൽ ഇൻഫിനിറ്റി വരെ. അതിൻ്റെ ഇടയിലൊക്കെ ഓരോ പോയിൻറ്റ്സ് ഉണ്ടാവുമല്ലോ, ബ്രേക്കിംഗ് പോയിൻറ്റ്സ്. -2 എന്താണ്, -0 എന്താണ്, -2 എന്താണ്. ഓക്കെ, ഇത് ഫില്ല് ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ സമയം എടുക്കും. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക. -2 ഫംഗ്ഷൻ്റെ സ്വഭാവം എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. -2 ഫംഗ്ഷൻ -2 ഫംഗ്ഷൻ അൺഡിഫൈൻഡാണ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഡെറിവേറ്റീവ് ആണെങ്കിൽ നോട്ട് ഡിഫൈൻഡ് ആയിരിക്കും, സെക്കൻഡ് ഡെറിവേറ്റീവ് ആണെങ്കിൽ നോട്ട് ഡിഫൈൻഡ് ആയിരിക്കും. പക്ഷേ നമുക്ക് ഈ വാല്യൂസ് ചെക്ക് ചെയ്യാം. നിങ്ങളിതിനകത്ത് -∞ മുതൽ -2 വരെയുള്ള ഒരു വാല്യൂ എടുത്തിട്ട് സെക്കൻഡ് ഡെറിവേറ്റീവിനകത്ത് ഫസ്റ്റ് ഡെറിവേറ്റീവിനകത്ത് ഒന്ന് കൊടുത്തു നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് ആണെന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിക്രീസിങ് ആണ്, ഫംഗ്ഷൻ അവിടെ കുറഞ്ഞുകൊണ്ട് വരികയാണെന്ന് കിട്ടും. സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെങ്കിലോ കോൺകേവ് ഡൗൺവേർഡ് ആണെന്നും പഠിച്ചിട്ടുണ്ട്. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു റീജിയനകത്ത്, ആ ഒരു റേഞ്ചിനകത്ത് നമ്മളിനി ഗ്രാഫ് വരച്ച് റെഡി ആവാൻ പോവാം. -∞ മുതൽ -2 വരെ നമ്മൾ വരയ്ക്കുന്ന ഗ്രാഫ് ഡിക്രീസിങ് ആയിരിക്കണം, കോൺകേവ് ഡൗൺവേർഡും ആയിരിക്കണം. അപ്പോൾ നമുക്ക് -2 വരെ ഡിക്രീസിങ് ആയിരിക്കണം, കോൺകേവ് ഡൗൺവേർഡ് ആയിരിക്കണം. അപ്പോൾ കുറച്ചുകൊണ്ട് വരാം. ഏതുവരെ കുറയ്ക്കണം ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ -2 ഒരു അസിംപ്റ്റോട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ കോൺകേവ് ഡൗൺവേർഡ് ആവുന്ന രീതിയിൽ കുറച്ചുകൊണ്ട് നമുക്ക്, പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, -30 പാസ് ചെയ്യും വേണം. അപ്പോൾ നമ്മൾ കോൺകേവ് ഡൗൺവേർഡ് ആയിട്ട് ഡിക്രീസിങ് ആയിട്ട് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം, ഇതിൽ കൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ. ഒരു റഫ് ഫിഗർ മതിയെന്ന് ഞാൻ പറഞ്ഞല്ലോ, -2 അപ്രോക്സിമേറ്റ് ഇത്ര മതി. അവിടെ ഇരിക്കട്ടെ, ഈ സെക്ഷൻ കഴിഞ്ഞു. -2 നോട്ട് ഡിഫൈൻഡ് ആയതുകൊണ്ട് ശരിയാണ്, നമുക്ക് ഇങ്ങനെ പോയാൽ മതി. നോട്ട് ഡിഫൈൻഡ് ആയിട്ട് ഇൻഫിനിറ്റിക്ക് പോകും, -∞ പോകും. ഇനി അടുത്തത് -2 മുതൽ 0 വരെ, അതായത് -2 മുതൽ 0 വരെ ഗ്രാഫിന് എന്താ ഉണ്ടാവണം എന്നുള്ളത്. കാരണം 0 ഒരു ക്രിട്ടിക്കൽ പോയിൻ്റ് ഒക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. പിന്നെ അടുത്തത് 2 ആണ് ചെക്ക് ചെയ്യാൻ. ഓക്കെ, -2 മുതൽ 0 വരെ വാല്യൂസ് ചെക്ക് ചെയ്തപ്പോഴേ ഡെറിവേറ്റീവ് നെഗറ്റീവാണ്. അപ്പോൾ അവിടെ ഇൻക്രീസിങ് തന്നെ, ഡിക്രീസിങ് ആണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവാണ്. അപ്പോൾ കോൺകേവ് അപ്വേർഡാണ്. നമ്മൾ കുറച്ചുകൊണ്ടാണ് വരയ്ക്കേണ്ടത്, കോൺകേവ് അപ്വേർഡ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ വാല്യൂ ഇല്ല. പിന്നെ ഡിക്രീസ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഡിക്രീസ് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്തായാലും നോട്ട് ഡിഫൈൻഡ് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങാം. പിന്നെ കോൺകേവ് അപ്വേർഡ് അല്ലേ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇങ്ങനെ വരയ്ക്കേണ്ടി വരും. ഇനി നമ്മൾ എക്സ് ആക്സിനെ മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് എവിടെയാണ്? എക്സ് ആക്സിനെ മീറ്റ് ചെയ്യണം ഇവിടെ മാത്രമേ മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 30 അടുത്ത മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. -30 ഓൾറെഡി മീറ്റ് ചെയ്തു, ഇനി 30 മീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ താഴേക്കൊന്ന് ക്രോസ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ഓക്കെ, ഡിക്രീസിങ് കോൺകേവ് അപ്വേർഡായിട്ട് വേണം. പിന്നെ നമുക്കിനി വൈ ആക്സിന് അടുത്തത് എന്തായാലും ഇവിടെ വരയ്ക്കേണ്ടത് ഇങ്ങനെ മേലേക്കാക്കിയിട്ട് കോൺകേവ് അപ്വേർഡായിട്ടാണ് വരയ്ക്കേണ്ടത്, മനസ്സിലായി. വൈ ആക്സിനെ മീറ്റ് ചെയ്യുന്ന ഒരു 9/2 പോയിൻറ്റ്, x=0 4.75 ഇത് വൈ ആക്സിന് മീറ്റ് ചെയ്യുന്നൊരു പോയിൻറ്റ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈ ഇൻ്റർസെപ്റ്റ് ഇവിടെ മീറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കുള്ളൊരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ടേ ഇവിടെ മീറ്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ അത് കോൺകേവ് അപ്വേർഡായി 4.5 മീറ്റ് ചെയ്യുന്നുണ്ട്. ശരി, ഇനി അപ്പോൾ അത് ഓക്കെ ആയി. x=0 അവിടെ എന്താ സംഭവിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കാം. f(x) 9/2 ആണ്. ശരിയാണല്ലോ. ഓക്കെ, f(x) 9/2 ആണ്, അതായത് 4.5 വൈ ആക്സിനെ മീറ്റ് ചെയ്തിട്ടുണ്ട്. f'(x) ഡെറിവേറ്റീവ് ചെക്ക് ചെയ്തപ്പോൾ അവിടെ ഡെറിവേറ്റീവ് 0 ആണ്, ക്രിട്ടിക്കൽ നമ്പറാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് ഡെറിവേറ്റീവ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് ആയിരിക്കും അവിടെ x=0. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? റിലേറ്റീവ് മിനിമം ആണെന്ന്. ഓക്കെ, ക്രിട്ടിക്കൽ നമ്പർ സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ റിലേറ്റീവ് മിനിമം ആണെന്ന്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, റിലേറ്റീവ് മിനിമം ആവുന്ന രീതിയിൽ ഇങ്ങനെ വരയ്ക്കാം. റിലേറ്റീവ് മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വേണ്ടേടാ. ഇപ്പോൾ ഇവിടെ റിലേറ്റീവ് മിനിമം ആയില്ലേ ഇങ്ങനെ ഒരു കർവാണെന്നുണ്ടെങ്കിൽ. ഇനി അടുത്തത് 2ലും അസിംപ്റ്റോട്ടാണ്. അപ്പോൾ 2ൽ അസിംപ്റ്റോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മേലേക്ക് പോകുമായിരിക്കും. എന്തായാലും 0 ഈ റീജിയനിൽ നമുക്ക് കിട്ടി, കോൺകേവ് അപ്വേർഡ് ആണ്. ഇവിടെ 4.5 മീറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് 0 മുതൽ 2 വരെ എന്താ സംഭവിക്കുന്നത് നോക്കിയാൽ 0 മുതൽ 2 വരെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് പോസിറ്റീവാണ്, ഇൻക്രീസിംഗ് ആണ്. ഓക്കെ, സെക്കൻഡ് ഡെറിവേറ്റീവ് നോക്കിക്കഴിഞ്ഞാലും പോസിറ്റീവാണ്, കോൺകേവ് അപ്വേർഡാണ്. അപ്പോൾ 0 മുതൽ 2 വരെയുള്ള റീജിയനിൽ നമ്മൾ ഇൻക്രീസിംഗ് ആക്കിയിട്ടാണ് ഇങ്ങനെ ഫംഗ്ഷൻ ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്ന് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. ഇനി മേലേക്കാണോ താഴത്തേക്കാണോ തീരുമാനമാവാതെ ഞാനിങ്ങനെ വരച്ചു പോയത്. എന്തായാലും മേലേക്കാണ്, കാരണം ഇനി ഫംഗ്ഷൻ ഇനി ഇൻക്രീസിംഗ് ആണ്, കോൺകേവ് അപ്വേർഡും ആണ്. അപ്പോൾ ഇങ്ങനെ വരയ്ക്കാം.
ശരി, അപ്പോൾ ഇതുവരെ ആയി. ഇനി 2 മുതൽ ഇൻഫിനിറ്റി വരെ. 2ൽ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നോട്ട് ഡിഫൈൻഡാണ്. എക്സിക്കൽ 2ൽ എഫ് ഓഫ് എക്സ് എഫ് ഡാഷ് എക്സ് എഫ് ഡബിൾ ഡാഷ് എക്സ് നോട്ട് ഡിഫൈൻഡാണ്. വെർട്ടിക്കൽ അസിംപ്റ്റോട്ടാണ് നമ്മൾ പറഞ്ഞു. വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് ഉണ്ട്. ശരി, ഇനി എക്സ് ഈക്വൽ ടു 2ൽ അൺഡിഫൈൻഡ് ആയതുകൊണ്ട് 2 ടു ഇൻഫിനിറ്റി വരെ പ്ലസ് ഡെറിവേറ്റീവ് നോക്കിക്കഴിഞ്ഞാൽ പ്ലസ് ആണ്, അതായത് ഇൻക്രീസിങ് ആണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് നോക്കിയപ്പോൾ നെഗറ്റീവ് ആണ്, അത് കോൺകേവ് ഡൗൺവേർഡ് ആണ്. അപ്പോൾ ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് ഫംഗ്ഷൻ അവസാനിപ്പിച്ചത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഇനി സ്റ്റാർട്ട് ചെയ്ത് ഇൻക്രീസിങ് ആക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി ഇവിടെ നിന്ന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത പോർഷൻ കോൺകേവ് ഡൗൺവേർഡും ആണ്. അപ്പോൾ പിന്നെ വരയ്ക്കാൽ ഒരു കാര്യം നമുക്കറിയാം, 3 പാസ് ചെയ്യും വേണം. എങ്ങനെ വന്നിട്ട് നമുക്ക് ഇത് കൂടെ പാസ് ചെയ്യാം, കോൺകേവ് ഡൗൺവേർഡ് ആയതുകൊണ്ട്. പിന്നെ നമുക്കിനി ലാസ്റ്റ് ഒരു കാര്യം കൂടെ ഇൻക്ലൂഡ് ചെയ്യാണ്ട്, ഒരു എന്താ പറയുക, ഒറിസോണ്ടൽ അസിംപ്റ്റോട്ട്. ഒറിസോണ്ടൽ അസിംപ്റ്റോട്ട് കണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു y ഈക്വൽ ടു 2 ഒരു ഒറിസോണ്ടൽ അസിംപ്റ്റോട്ടാണ് അല്ലേ. ഇതാണ് y ഈക്വൽ ടു 2. അപ്പോൾ നമ്മൾ ആ ഗ്രാഫിനോട് അപ്രോക്സിമേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ വരച്ചു പോകാം. പക്ഷേ ഇതിൽ ചെറിയൊരു പ്രശ്നം, ഒരിക്കലും അസിംപ്റ്റോട്ടിനെ ബ്രേക്ക് ചെയ്യില്ല, അസിംപ്റ്റോട്ടിനെ ബ്രേക്ക് ചെയ്ത് പോകില്ല. അപ്പോൾ നമ്മൾ ഈ വരച്ചതിൽ പിഴവുണ്ട്. അപ്പോൾ പെൻസിൽ കൊണ്ട് വരയ്ക്കുക, നമ്മൾ ഇങ്ങനെ വന്നിട്ട് വേണം ഇങ്ങനെ താഴത്തോട്ട് പോരാൻ. ഇനി ഗ്രാഫിൻ്റെ ഒറിജിനൽ ഷേപ്പ് പറഞ്ഞുതരാം. അപ്പം ഞാൻ തന്നെ വരച്ചിട്ട് ഇങ്ങനെയാണ് കോലം. കുറേയൊക്കെ ഒരു ധാരണയുള്ള ഞാൻ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നത് നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ അപ്പോൾ പേടിക്കേണ്ട, റഫ് ഫിഗറെങ്കിലും നിങ്ങൾ വരച്ചാൽ മതി. ഗ്രാഫ് കണ്ടോ, ഇങ്ങനെ വരും. നമ്മൾ പറഞ്ഞ പോലെ അസിംപ്റ്റോട്ട് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഫിഗർ, വെർട്ടിക്കൽ ഒറിസോണ്ടൽ അസിംപ്റ്റോട്ട് ഉള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വരച്ചു. ഇതാണ് ഫൈനൽ ഫിഗർ. അപ്പോൾ നിങ്ങൾ ഏകദേശം ഒരു ധാരണ കിട്ടും, അല്ലെങ്കിൽ ഏകദേശം ഒരു ഷേപ്പ് നമുക്ക് വരയ്ക്കാം. അപ്പം ഇങ്ങനെ നിങ്ങൾ ഇത്രയും ആ ലിസ്റ്റ് പഠിച്ച് വെച്ചാൽ മതി. എന്നിട്ട് അതിൽ മാക്സിമം കാണുക, പിന്നെ ഒരു ടേബിളും വരയ്ക്കാം, പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ ഇനിയും ക്വസ്റ്റ്യൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് നോക്കി നോക്കൂ. അടുത്ത ഫംഗ്ഷൻ x² - 2x + 4 ഡിവൈഡ് ബൈ x - 2. ഞാൻ എന്തായാലും ഈ PDF അയച്ചു തരാം, നിങ്ങൾ നോക്കി നോക്കൂ. ഫംഗ്ഷൻസ് ഇനി ഞാൻ 1-2 കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനിയും കൺഫ്യൂഷൻസ് വരികയാണെങ്കിൽ ചോദിച്ചോ. ഞാൻ വീണ്ടും പറയുന്നു, ഗ്രാഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള പണിയല്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഓപ്ഷനും ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി. അത്രയും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റാണ് ഗ്രാഫിംഗ്. ഇപ്പോൾ കാണിച്ച ഫംഗ്ഷൻ്റെ, അതായത് x² - 2x + 4 ഡിവൈഡ് ബൈ x - 2ൻ്റെ ഗ്രാഫ് വരയ്ക്കുന്ന പ്രൊസീജിയറാണ് ഇത് കാണിച്ചിട്ടുള്ളത്. വേറെ എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുക, സെക്കൻഡ് ഡെറിവേറ്റീവ് കാണുക, എക്സ് ഇൻ്റർസെപ്റ്റ് കാണുക, വൈ ഇൻ്റർസെപ്റ്റ് കാണുക. ഒറിസോണ്ടൽ അസിംപ്റ്റോട്ട് ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം ധാരണയില്ല. ഈ എൻ്റെ ബിഹേവിയർ ആവും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, അതൊന്നും നിങ്ങൾ നോക്കണ്ട. ക്രിട്ടിക്കൽ നമ്പേഴ്സ് കാണുക, പോയിൻറ്റ്സ് ഓഫ് ഇൻഫ്ലക്ഷൻ, ഡൊമൈന്, ടെസ്റ്റ് ഇൻ്റർവൽസ് ഒക്കെ വെച്ചിട്ട് നിങ്ങളൊന്ന് വരച്ച് നോക്ക്. നിങ്ങൾക്ക് ഈ ടേബിളും കൂടെ ചെക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഏകദേശം ഫിഗർ കിട്ടുന്നുണ്ടോ നോക്കുക. നിങ്ങൾക്ക് എന്തായാലും സോൾവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസേ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഈ ഒരു 2-3 എക്സാമ്പിൾ, മൂന്നാമത്തത് ഇതും കൂടെ നോക്കി നോക്കാം. ഈ 3 എക്സാമ്പിൾ നിങ്ങൾ നോക്കിയാൽ മതി. തൽക്കാലം അത് മതി, അതേ നിങ്ങളോട് കഴിയുള്ളൂ, അറിയാം. അപ്പോൾ ആ 3 എക്സാമ്പിൾസ് വൃത്തിയായി നിങ്ങളൊന്ന് ധാരണ ഉണ്ടാക്കി പോവുക. ഏതെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോ. വീണ്ടും പറയുന്നു, ഗ്രാഫിംഗ് അത്ര എളുപ്പമല്ല. അപ്പോൾ സമയമെടുത്ത് അറിയേണ്ടത് തന്നെയാണ്. ഈ പഠിച്ച അസിംപ്റ്റോട്ട് അവിടെ നിൽക്കട്ടെ, പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷനും പിന്നെ ക്രിട്ടിക്കൽ നമ്പേഴ്സും പിന്നെ എന്താ പറയുക കണ്ടിന്യൂറ്റിയും ഡൊമൈനും റേഞ്ചും സെക്കൻഡ് ഡെറിവേറ്റീവും എല്ലാം വരുന്നതാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ എക്സാമ്പിളൊന്നും വേണ്ട, ഫസ്റ്റത്തെ എക്സാമ്പിൾസൊക്കെ വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. ആദ്യത്തെ 3 എക്സാമ്പിൾ